السلام عليكم ورحمة الله وبركاته. حديث ക്ലാസ് 1196. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു قال അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ഉണ്ടെന്ന് പറഞ്ഞു قال رسول الله صلى الله عليه وسلم ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു ഇന്ന മിനൻ നാസി നിക്ഷേമയം ജനങ്ങളെ കൂട്ടത്തിലുണ്ട് മഫാത്തിഹൽ ഖൈർ നന്മയുടെ താക്കോലാകുന്നവർ മഗാലിഖൽ ശർ തിന്മയെ പൂട്ടിയിടുന്നവർ തിന്മയുടെ പൂട്ടുകയായി നന്മ അവർ കാരണം നന്മ തുറക്കപ്പെടും തിന്മ അടക്കപ്പെടും അങ്ങനത്തെ ചില ആളുകളുണ്ട് ജനങ്ങളെ കൂട്ടത്തിൽ ഇന്ന മിനൻ നാസി മഫാത്തിഹൽ ശർ മഗാലിഖൽ ഖൈർ നേരെ വിപരീതമുള്ള ആളുകളുണ്ട് തിന്മ തുറക്കപ്പെടും അവർ കാരണം തിന്മകൾ ഉണ്ടാവും നാട്ടിലോ കുടുംബത്തിലോ വീട്ടിലൊക്കെ എന്ത് ചെയ്യും തിന്മ അവർ കാരണം തുറക്കപ്പെടും മഗാലിഖൽ ഖൈർ നന്മ അടക്കപ്പെടുന്നവർ നന്മ മുടക്കുകയും തിന്മ ഉണ്ടാക്കുകയും ചെയ്യുന്ന ആളുകളുമുണ്ട് എന്നാൽ ഫതൂബാ ലിമൻ ജഅല അല്ലാഹു മഫാത്തിഹൽ ഖൈരി അലാ യദിഹി ആരെങ്കിലും മുഖേന നന്മ തുറക്കപ്പെട്ടാൽ അവനാണ് എല്ലാവിധ സകല സന്തോഷവും നന്മ അവർ കാരണം നന്മ ഉണ്ടാവുകയാണെങ്കിൽ ആ നന്മ ഉണ്ടാക്കുന്നവർക്കാണ് എല്ലാവിധ സന്തോഷവും ആരെങ്കിലും കരങ്ങളിലൂടെ തിന്മയാണ് തുറക്കപ്പെടുന്നതെങ്കിൽ അവനാണ് സകല നാശവും വളരെ ശ്രദ്ധേയമാണ് നാം നന്മ മുടക്കികളാക്കരുത് എന്തെങ്കിലും ആരെങ്കിലും ഒരു നന്മ ചെയ്യുമ്പോൾ അത് മുടക്കുന്ന സ്വഭാവമല്ല വേണ്ടത് നമ്മൾ കാരണം നന്മ ഉണ്ടാകാൻ ശ്രമിക്കണം തിന്മ അടക്കപ്പെടണം തിന്മ ഇല്ലാതെയാക്കാൻ ശ്രമിക്കണം നമ്മൾ കാരണം ഒരു നാട്ടിലോ അല്ലെങ്കിൽ കുടുംബത്തിലോ വീട്ടിലോ ഒരു ശർവ്വ തിന്മ ഉണ്ടാകരുത് നമ്മൾ കാരണം ഒരു അല്ലാഹും റസൂലും പൊരുത്തപ്പെടാത്ത കാര്യം ഉണ്ടാകാനല്ല ശ്രമിക്കേണ്ടത് മറിച്ച് നല്ല കാര്യങ്ങൾ നമ്മൾ മുഖേന ഉണ്ടാവണം എന്നാൽ അതൊന്നും നമുക്ക് പ്രതിഫലാർഹമാണ് അവനാണ് എല്ലാവിധ സന്തോഷവും അല്ലാഹു തആല നന്മകൾക്ക് നേതൃത്വം കൊടുക്കാൻ തിന്മകളെ പാടെ ഒഴിവാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി